മാങ്ങ ഉണ്ടല്ലോ ഇവിടെ എടുത്തിട്ട് ഇവിടെ വെളിച്ചെണ്ണയ്ക്കകത്ത് മുക്കി സ്വല്പം ഉപ്പുമിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ വിതറി എന്താ ഒരു സുഖം. ഇത് കാണുമ്പോഴേ ആർക്കെങ്കിലും വായിൽ വെള്ളം വരുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നവരൊക്കെ കള്ളം പറയുന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ആപ്പിള്. നമ്മുടെ റെഡ് ആപ്പിളാണിത്. ഇതിൻ്റെ അകം കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അടിപൊളി. നമ്മൾ ചാമ്പങ്ങ കഴിക്കില്ലേ ഉപ്പൊക്കെ കൂട്ടി, അതേപോലെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇരുന്നോണ്ട് പഴയ കാലം സ്കൂൾ കാലങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും അപ്പം ഞാൻ പറയായിരുന്നു, ഞങ്ങളുടെയൊക്കെ വീടിലും വീടിൻ്റെ അയൽവക്കത്തും എല്ലാം ഇഷ്ടം പോലെ മാവും മാങ്ങയും ഒക്കെയാണ്. കഴിച്ച് മടുത്തിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. എന്നാലും അയൽവക്കത്തെ വഴിയരികിലും പോകുന്ന സൈഡിലും ഒക്കെ ഇങ്ങനെ മാങ്ങ കിടക്കുന്ന കാണുമ്പോൾ അതൊന്നും പറിക്കാതെ പോകാൻ ആർക്കും പറ്റില്ല. കല്ല് പറക്കി എറിയും. ഉപ്പ് ഞങ്ങൾ ഇത് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകും കൂടെ. എന്നിട്ട് കുറേ കടിച്ചു തിന്നും. അപ്പോഴത്തേക്കും പല്ല് പുളിക്കും. പല്ല് പുളിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കല്ലേ വെച്ച് ചതച്ചിട്ട് അത് പിഴിഞ്ഞിട്ടാണേലും കഴിക്കും. ഇപ്പോൾ ഓർക്കുക എന്തിനായിരുന്നു ഇത്രമാത്രം ആർത്തിന്ന്. ഒരുപക്ഷെ നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ ഇന്നത്തെ മക്കളുടെ പോലെ. ഫോണെ കളിക്കാനോ വീഡിയോ ഗെയിംസോ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയായിരുന്നു. കൂട്ടുകാരുടെ കൂടെ മാവേ കയറുക, പറിക്കുക, ഇത് കഴിക്കുക, പല്ല് പുളിച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കുക, അതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലേ. ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴേ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ വഴിയരികിലെ മാവേലൊക്കെ മാങ്ങകൾ പഴുത്ത് തൂങ്ങിക്കിടക്കുന്നു, പൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ സാബുജി ഞാനിവിടെ പറയായിരുന്നു, ഇപ്പോഴത്തെ മക്കൾക്കൊന്നും മാവേൽ എറിയാൻ അറിയില്ല എന്ന്. ഒരുപക്ഷെ ഡിജിറ്റൽ യുഗമായി കഴിഞ്ഞപ്പം ആർക്കും ഇതിനോടൊന്നും പ്രത്യേകിച്ച് താല്പര്യം ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും നിപ്പയും അതും ഇതുമൊക്കെ ആയിട്ട് നമുക്കങ്ങനെ വിശ്വസിക്കാനും പറ്റത്തില്ല. വീട്ടിൽ നിന്ന് പിള്ളേരെ ഇൻസ്ട്രക്ട് ചെയ്ത് വിടുന്നതായിരിക്കും. പണ്ടൊന്നും നമുക്കിത് ആരുടെ പറമ്പ് എന്നൊന്നും ഒരു ചിന്തയില്ലായിരുന്നു അല്ലേ. മാവ് കണ്ടാൽ നമ്മൾ കുട്ടികളാണോ എറിഞ്ഞു വീഴ്ത്തിയിരിക്കും, കഴിച്ചിരിക്കും, അത് നമ്മളുടെ പൊതു സ്വത്തായിരുന്നെന്നായിരുന്നു നമ്മുടെയൊക്കെ ചിന്ത. പക്ഷെ ഇന്നൊക്കെ കുറച്ചുകൂടെ സ്വകാര്യത വന്നു കാര്യങ്ങൾക്ക്. പക്ഷെ അന്നത്തെ നമ്മുടെ കാലം എന്ത് സുന്ദരമായിരുന്നല്ലേ. അതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ ബാല്യകാല ഓർമ്മകൾ ഷെയർ ചെയ്യണേ. വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.